ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ വെൻ ഹി വാസ് ഗ്രോവിങ് അപ്പ് എന്ന ചാപ്റ്ററിലെ സമ്മറി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാൻ പോകും കേട്ടോ. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നെല്ലി വോങ്സ് നാഷണാലിറ്റി. നെല്ലി വോങ്ങിൻ്റെ നാഷണാലിറ്റി ഏതാണ്? നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ചൈനീസ് അമേരിക്കൻ ആണ്. നെല്ലി വോങ്ങിൻ്റെ നാഷണാലിറ്റി ചൈനീസ് അമേരിക്കൻ ആണ്. ഓക്കെ, പിന്നെ ഡാഷ് ഈസ് ദ റൈറ്റിംഗ് കളക്റ്റീവ് ഓഫ് ചൈനീസ് അമേരിക്കൻ വുമൻ ഫൗണ്ടഡ് ബൈ നെല്ലി വോങ്. അതായത് നെല്ലി വോങ് സ്ഥാപിച്ച ചൈനീസ് അമേരിക്കൻ സ്ത്രീകളുടെ റൈറ്റിംഗ് കളക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചത്. അത് അൺബോൺ ഫീറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നെല്ലി വോങ് ഒരു ഫെമിനിസ്റ്റ് ആണെന്ന്. അപ്പോൾ അവൾ സ്ഥാപിച്ച ചൈനീസ് അമേരിക്കൻ വുമൺ സ്ഥാപിച്ച അതെന്താണ്? അൺബൗണ്ട് ഫീറ്റ്. ഓക്കെ, പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ദ പോയം റിട്ടൺ ബൈ നെല്ലി വോങ് വിച്ച് ഈസ് പെർമനൻ്റ്ലി ഇൻസ്റ്റാൾഡ് ഇൻ എ പബ്ലിക് പ്ലേസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. സോങ്സ് ഓഫ് ഫെയർവെൽ. അതായത് സാൻ ഫ്രാൻസിസ്കോയിൽ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ചിരുന്ന നെല്ലി വോങ്ങിൻ്റെ കവിത ഏതാണെന്നാണ്. അവൾ പഠിച്ചത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. ആ സ്കൂളിൽ അവളുടെ ഒരു പോയം റിട്ടൺ ചെയ്തിട്ടുണ്ട്. അത് ഏതായിരുന്നു ആ പോയം എന്നാണ്. അതെന്താണ്? സോങ്സ് ഓഫ് ഫെയർവെൽ. ഓക്കെ, പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ ലെക്ചർ സീരീസ് വിച്ച് മെയ്ഡ് വോങ് പോപ്പുലർ. നെല്ലി വോങ്ങിനെ പോപ്പുലർ ആക്കിയ ആ ഒരു ലെക്ചർ സീരീസ് ഏതാണെന്നാണ്. വിമൻ ആൻഡ് റെവല്യൂഷൻ അലൈവ് ആൻഡ് ഇൻസെപ്പറബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കാരണം അവളൊരു ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾ കൂടുതലും വിമൻസിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. വിമൻസിനെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവളെ പോപ്പുലറാക്കിയ ലെക്ചർ സീരീസിൻ്റെ നെയിം എന്താണ്? വിമൻ ആൻഡ് റെവല്യൂഷൻ അലൈവ് ആൻഡ് ഇൻസെപ്പറബിൾ എന്നാണ് അതിൻ്റെ നെയിം. ഓക്കെ, പിന്നെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബൈ വോങ്. വെൻ വിമനെ റൈസ് ചെയ്യുകയാണെങ്കിൽ എവറി വൺ വിൽ റൈസ്, എല്ലാവരും റൈസ് ചെയ്യും. ഓക്കെ, വിമൻ റൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും റൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻലി റിപ്പീറ്റഡ് ലൈൻ ഇൻ ദ പോയം? ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്? അത് നമ്മൾ പറഞ്ഞല്ലോ, മോസ്റ്റ് റിപ്പീറ്റ്. നമ്മൾ പറഞ്ഞതിൽ 12 സ്റ്റാൻസകളുണ്ട്. അപ്പോൾ ഓരോ സ്റ്റാൻസയിലും അവൾ വളർന്നു വന്നപ്പോൾ അവൾക്കുണ്ടായ ഓരോ കാര്യങ്ങളാണ് അവൾ കാണിക്കുന്നത്. അവളുടെ ഓരോ എക്സ്പീരിയൻസുകളാണ് ഓരോ സ്റ്റാൻസയിലും പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റാൻസയിലും അവൾ എഴുതിയിട്ടുണ്ടെന്ന് വെൻ ഐ വാസ് ഗ്രോവിങ് അപ്പ്, ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഓരോ സ്റ്റാൻസും എഴുതിയിട്ടുള്ളത്. പക്ഷേ 12th സ്റ്റാൻസയിൽ എന്താണ് അവൾ നമ്മളോട് പറയാണ്, ഇപ്പം എനിക്ക് മനസ്സിലായി, നീ ഇങ്ങനെ വൈറ്റ് ആവാനൊന്നും ട്രൈ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാൻസ ഒഴികെ ബാക്കി എല്ലാ സ്റ്റാൻസയിലും അവൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? വെൻ ഐ വാസ് ഗ്രോവിങ് അപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്? 11 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യന്, വാട്ട് കൈൻഡ് ഓഫ് പോയം ഈസ് വെൻ ഐ വാസ് ഗ്രോവിങ് അപ്പ്? വെൻ ഐ വാസ് ഗ്രോവിങ് അപ്പ് ഇങ്ങനത്തെ ഒരു പോയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സമ്മറിയിൽ, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിലും അത് കാണുക. ഓക്കെ, അത് കണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും ഈ പോയം തന്നെ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും വായിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് ഏത് പോയാണെന്ന് പറഞ്ഞത്? വെൻ ഐ വാസ് ഗ്രോവിങ് അപ്പ്. ഇറ്റ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയ. അവളുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണല്ലോ അവൾ പറയുന്നത്. അപ്പോൾ ഓട്ടോബയോഗ്രഫിക്കൽ പോയാണ്. പിന്നെ അവൾ എന്ത് ഡിസ്ക്രിമിനേഷനാണ് സിബ്ലിങ്സ് ദാറ്റ് മേഡ് എ പോയിന്റ് ഫീൽ ക്രഷർ ബിറ്റ്വീൻ ഹൈ വോൾസ്. നമ്മൾ പറഞ്ഞല്ലോ അവളുടെ സിസ്റ്റർ ഫെയർ സ്കിന്നാണ്. ഇപ്പോൾ പ്രൈസ് കിട്ടി, എല്ലാവരും അവളെ പ്രൈസ് ചെയ്തപ്പോൾ അവൾക്ക് അങ്ങനെ ക്രഷർ ബിറ്റ്വീൻ ഹൈ വോൾസ് അങ്ങനെ തോന്നി. ഓക്കെ, പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യന്, അവൾ കണ്ടിരുന്ന ഇമേജ് എങ്ങനെയായിരുന്നു? അവളിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവളുടെ ഡിസയർ വിമൺ എങ്ങനെയായിരുന്നു? അവൾ ഓരോ അമേരിക്കൻ വിമൺ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തവൾ മാഗസിൻസിലും അതുപോലെ മൂവി സ്റ്റാർസൊക്കെ എങ്ങനെയായിരുന്നു അമേരിക്കൻ വിമൻസ്? അവർക്കൊക്കെ വൈറ്റ് സ്കിന്നായിരുന്നു. അതുപോലെ ബ്ലോണ്ട് പറഞ്ഞാൽ സ്വർണ്ണ നിറമുള്ള മുടി. ഓക്കെ, ബ്ലോണ്ട് മൂവി സ്റ്റാർ വിത്ത് വൈറ്റ് സ്കിന്ന്. പിന്നെ സെൻഷ്യസ് ലിപ്സ്, അഥവാ സെൻഷ്യസ് എന്ന് പറഞ്ഞാൽ സെക്ഷലി അട്രാക്റ്റീവ് ആയിട്ടുള്ള അഥവാ റെഡിഷ് കളറൊക്കെ ഉള്ള ഒരു ലിപ്സ് ഉണ്ടല്ലോ, അതാണ് സെൻഷ്യസ് ലിപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെയായിരുന്നു? ബ്ലോണ്ട് മൂവി സ്റ്റാർ, വൈറ്റ് സ്കിന്ന്, സെൻഷ്യസ് ലിപ്സ്. ബ്ലോണ്ട്, വൈറ്റ് സ്കിന്ന് ആൻഡ് സെൻഷ്യസ് ലിപ്സ്. ഓക്കെ, അതായിരുന്നു അവളുടെ ഡിസയർ. അവൾക്ക് എങ്ങനെയായിരുന്നു ഒരു വുമൺ ആവാൻ, എങ്ങനെയായിരുന്നു അവൾക്ക് ആഗ്രഹം ചോദിച്ചാൽ അങ്ങനത്തെ ഒരു വുമൺ ആവാനാണ് അവൾക്ക് ആഗ്രഹം ചെയ്തത്. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്, വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് വാസ് ദ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി ദാറ്റ് എമർജ്ഡ് ത്രൂ ഹെർ ഹാബിറ്റ് ഓഫ് റീഡിങ്. അവൾ ഓരോന്നിങ്ങനെ വായിച്ചിട്ട് അവൾക്ക് എങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, ബ്യൂട്ടി ഇങ്ങനത്തെ ആണെന്നാണ് അവൾക്ക് തോന്നിയത് എന്നാണ്. അപ്പോൾ അവളുടെ കോൺസെപ്റ്റിൽ ബ്യൂട്ടി എങ്ങനെയാണ്?
ബ്ലോണ്ടാണ് നമ്മൾ പറഞ്ഞത് തന്നെ. ബ്ലോണ്ട് മീൻസ് സ്വർണ്ണ നിറത്തിലുള്ള കേളി ഹെയർ, സ്വർണ്ണ നിറത്തിലുള്ള കേളി ആയിട്ടുള്ള ഹെയറാണ്. വിത്ത് വൈറ്റ് ഓർ പെയിൽ സ്കിന്ന്, വൈറ്റതോ അല്ലെങ്കിൽ പെയില് വിളറിയ ഒരു സ്കിന്നാവാം, അല്ലെങ്കിൽ ഷുഡ് ഹാവ് സെൻഷ്യസ് ലിപ്സ്. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന് ബ്ലോണ്ട് വിത്ത് കേളി ഹെയർ ആൻഡ് വൈറ്റ് സ്കിന്ന്, പിന്നെ സെൻഷ്യസ് ലിപ്സ്. 6th ക്വസ്റ്റ്യന്, വാട്ട് മേഡ് ദ പോയിറ്റ് പ്രൗഡ് ഓഫ് ഹെർസെൽഫ് ആൻഡ് എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. അവൾക്ക് തോന്നിയല്ലോ എന്താ അവൾ പ്രൗഡായൊരു നിമിഷം ഉണ്ടല്ലേ അവളുടെ ലൈഫിൽ. പിന്നെ അവൾക്ക് തോന്നി എനിക്കും ഒരു സ്ഥാനമുണ്ട്, ഒരിടമുണ്ട് എന്നൊക്കെ അവൾക്ക് തോന്നിയത് അപ്പോഴാണ്. അവളുടെ ഇംഗ്ലീഷ് ഭയങ്കര പ്രൗഡായിരുന്നു അവൾക്ക്, അവൾ നല്ല ഗുഡായിരുന്നു ഇംഗ്ലീഷിൽ. പിന്നെ അവളുടെ ഗ്രാമറും സ്പെല്ലിങ്ങും ഒക്കെ പ്രൗഡായിരുന്നത് കൊണ്ട് അവൾ ചൈനീസ് സ്മാർട്ട് ചിൽഡ്രൻ്റെ ഗ്രൂപ്പിൽ അവൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് തോന്നിയതാണ് ആ സംഭവങ്ങൾ. ഓക്കെ, പിന്നെ ഹു ആർ ദ ലക്കി ഗേൾസ്, ആരായിരുന്നു ലക്കി ഗേൾസ്? അവളുടെ പോയ സ്കൂളിൽ കുറച്ച് മാത്രമേ യെല്ലോ കളറിലെ കുട്ടികളുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ എന്തായിരുന്നു, വൈറ്റ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അവർ ഈ വൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ എങ്ങനത്തെ ആയിരുന്നു? കോട്ടൺ ഡ്രസ്സായിരുന്നു. പിന്നെ കാശ്മീരി സ്വെറ്റേഴ്സും, അതുപോലെ അവർക്ക് കേളി ഹെയറും ആയിരുന്നു. അപ്പോൾ ഇവൾ വിചാരിക്കണം എന്ത് ലക്കിയാണല്ലേ അവർ, എനിക്കും അവരെ പോലെ അങ്ങനെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അവൾ വിചാരിക്കായിരുന്നു. ഓക്കെ, പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യന്, വാട്ട് വാസ് റിഗാർഡഡ് ആസ് അൺ അമേരിക്കൻ. എന്താണ് അൺഅമേരിക്കനായി കരുതിയത്? അവൾ എന്താണ് അൺഅമേരിക്കനായി കരുതിയത് എന്ന് വെച്ചാൽ അവൾ പറയുകയാണ് അമേരിക്കൻ ഫുഡ് കഴിക്കാത്തതും, അതുപോലെ അമേരിക്കൻ സ്റ്റൈല് ഇൻഫ്ലുവൻസ് ചെയ്യാത്തതും, അത് ഫോളോ ചെയ്യാത്തതും, പിന്നെ വൈറ്റ് സ്കിന്നിലല്ലോ അവൾക്ക് അതും, പിന്നെ ചൈനീസ് പാരൻസിനാണല്ലോ അവൾ ഉണ്ടായത്, അവൾ ചൈനയിലാണല്ലോ ജനിച്ചത്, അതൊക്കെ അൺഅമേരിക്കനാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് അപ്പോൾ? വൈറ്റ് സ്കിന്ന്, അമേരിക്കൻ ഫുഡ് ഇല്ലാത്തത്, അമേരിക്കൻ സ്റ്റൈൽ ഫോളോ ചെയ്യാത്തത്, ചൈനീസ് പാരൻസിന് ജനിക്കാത്തത്, അഥവാ അവൾ ചൈനയിൽ ജനിച്ചതൊക്കെ എന്താണ്? അൺഅമേരിക്കനാണ്. 9th ക്വസ്റ്റ്യന്, വാട്ട് വർ ദ പോയറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ്. പോയറ്റിൻ്റെ ഫുഡ് ഹാബിറ്റ് എങ്ങനെയായിരുന്നു? അവൾ ചൈനീസ് ഫുഡ് വീട്ടിലിരുന്ന് കഴിക്കായിരുന്നു, പക്ഷെ അവൾക്ക് അമേരിക്കൻ ഫുഡ് എന്ന ഭയങ്കരമായിട്ടുള്ള ഡിസയർ ഉണ്ടായിരുന്നു. ഷി വാസ് ഹങ്കർഡ് ഫോർ അമേരിക്കൻ ഫുഡ്സ്. 10th ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, വൈ വാസ് ദ പോയറ്റ് ഷെയ്മഡ്. എന്തിനാണ് പോയറ്റ് ഷെയ്ം ആയത്, നാണം കെട്ടത് എന്നാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് എല്ലോ മെന്നിന് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവൾക്ക് അഷാമ, അവൾ തന്നെ നാണം കെടുകയാണ്. എന്ന് വെച്ചാൽ അവർ സ്മോൾ സൈസാണ്, സ്മോൾ സൈസാണ്. പിന്നെ അവരുടെ ബോഡി ഭയങ്കര വീക്കാണ്. പിന്നെ അവർക്ക് സ്ട്രീറ്റിലൊക്കെ സ്പിറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്, തുപ്പി വെക്കുക, തെരുവിലൊക്കെ തുപ്പി വെക്കുന്ന സ്വഭാവമുണ്ട് അത്. പിന്നെ അവരുടെ കഫിങ്ങും കുരക്കുക, പിന്നെ തുപ്പ, സ്ട്രീറ്റിലൊക്കെ തുപ്പുക, ആ ഹാബിറ്റ്സും. പിന്നെ അവർ ഇരുട്ട് മുറികൾ അഥവാ സൺലെസ് റൂമിൽ നിന്നിട്ട് ഇഞ്ചക്ഷന് കുത്തിവെക്കുമല്ലോ, കയ്യിൽ ഇഞ്ചക്ഷൻ കുത്തിവെക്കും, അതായത് ഡ്രഗ്സൊക്കെ കുത്തിവെക്കും. അതൊക്കെ അവർക്ക് ആലോചിക്കുമ്പോൾ അവർക്ക് തന്നെ നാണക്കേടാണ്, അഷാമഡാണ്. ഓക്കെ, പിന്നെ 11th ക്വസ്റ്റ്യന്, അവൾക്ക് ക്ലീൻലിനെസ്സിനെ പറ്റി അവൾക്ക് അവൾ എന്തായിരുന്നു അവളുടെ ചിന്താഗതി എന്നാണ്. അവൾ ഡിസ്പ്രൈറ്റ് ആയിരുന്നു ക്ലീൻലിനെസ്സിനെ ആലോചിച്ചിട്ട് എന്തായിരുന്നു എന്ന്. അപ്പോൾ അവളുടെ വിചാരത്തിൽ ദൈവം വൈറ്റ് പീപ്പിളിനൊക്കെ ക്ലീൻ ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്, അതായത് വൃത്തിയോട് കൂടിയാണ് അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ഉണ്ടാക്കിയപ്പോൾ തന്നെ അവർക്ക് വൃത്തിയുണ്ട് വൈറ്റ് പീപ്പിളിന്, അങ്ങനെയാണ് അവളുടെ ഒരു കോൺസെപ്റ്റിലുള്ളത്. അപ്പോൾ പിന്നെ എല്ലാ പീപ്പിളൊക്കെ ഡേർട്ടിയാണ്. അവൾ ഒരുപാട് പ്രാവശ്യം കുളിച്ച് നോക്കി, പക്ഷെ അവൾ ക്ലീൻ ആയില്ല. പിന്നെ അവൾ പറയാൻ എനിക്ക് എൻ്റെ സ്കിന്ന് ഷെഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഉരിഞ്ഞ് കളയാൻ പറ്റില്ലല്ലോ, അവൾ തന്നെ പറയാണ്. അത് അവളെ ഭയങ്കര നിരാശയാക്കിയത്. പിന്നെ 12th ക്വസ്റ്റ്യന്, വെർ ഡിഡ് ദ ഗേൾ വിഷ് ടു എസ്കേപ്പ് ടു ഇൻ ഹർ ചൈൽഡ്ഹുഡ് ഫാൻറ്റസീസ്. അവൾ ചെറുപ്പത്തിൽ എനിക്കിവിടെ നിൽക്കേണ്ട, എനിക്ക് ഒരു സ്ഥലം പോകണം എന്ന് പറഞ്ഞല്ലോ, അത് ഏതാണ്? പർപ്പിൾ മൗണ്ടെയിനാണ്. അവൾ അവിടേക്ക് ഓടിപ്പോവും. അവിടെ ചൈനീസ് ഉണ്ടാവില്ല, അവിടെ ഒരു ഹൗസ് ഉണ്ടാവും, സീൻ്റെ അടുത്ത് അഥവാ കടലിൻ്റെ അടുത്തൊരു ഹൗസ് ഉണ്ടാവും. അവിടെ നിന്ന് അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് ബ്രീത്ത് ചെയ്യാനെന്ന് പറയാം, അതായത് അവിടെ ഒരു ഫ്രീഡമാണ് കാണിക്കുന്നത്. ഓക്കെ, എവിടേക്കാണ് അവൾക്ക് പോകേണ്ടത്? പർപ്പിൾ മൗണ്ടെയിൻസ്. ഓക്കെ, പിന്നെ 13th ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ ട്രാൻസിഷൻ സജസ്റ്റഡ് ഇൻ ദ കൺക്ലൂഡിങ് ലൈൻസ് ഓഫ് ദ പോയം. കവിതയുടെ അവസാന ഭാഗത്ത് എന്ത് മാറ്റമാണ് കവിയിലുണ്ടാക്കിയത് എന്നാണ്. അതായത് അവൾക്ക് മനസ്സിലാവണം ഷീ ഡിസ്കവേഴ്സ് ഹർ എത്നിക് ഐഡൻറ്റിറ്റി. അവളുടെ ഒരു സെൽഫ് റിയലൈസേഷൻ അവൾക്ക് വരികയാണ്. അവൾക്ക് മനസ്സിലാവാണ് അതല്ല ബ്യൂട്ടി എന്ന് നമുക്ക് അവസാനം അവൾ തന്നെ റിയലൈസ് ചെയ്യാണ്. എല്ലാ പീപ്പിളിനും ബ്യൂട്ടി ഉണ്ട്, വൃത്തിയുണ്ട് എന്നൊക്കെ അവൾ തന്നെ റിയലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ ഷോർട്ടായിട്ട് പറയുന്നുള്ളൂ കേട്ടോ, കാരണം ഒരുപാടുണ്ട്, നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി സമ്മറി പറഞ്ഞതാണ്, അത് നിങ്ങൾ കണ്ടാൽ തന്നെ എനിക്ക് ക്വസ്റ്റ്യനൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വിവരിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ
വാട്ട് ആർ ദ ടെക്നിക്സ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു എക്സ്പ്ലോർ ദ ഗ്രോത്ത് ഓഫ് ദ ഗേൾ. അതായത് പെൺകുട്ടികളുടെ വളർച്ച വിവരിക്കാൻ എന്തെല്ലാം ടെക്നിക്കുകളാണ് കവി ഉപയോഗിച്ചതെന്നാണ്. പെൺകുട്ടിയുടെ വളർച്ച വിവരിക്കാൻ എന്തൊക്കെയാണ് കവി ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ അവളുടെ എക്സ്പീരിയൻസ് ഷോ ചെയ്തിട്ടാണല്ലേ അവൾ പറയുന്നത്. നെല്ലി വോങ്ങിന് ഒരുപാട് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്, അവൾ ഏഷ്യൻ അമേരിക്കൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കുണ്ടാവും ചൈൽഡ്ഹുഡിൽ ഓരോ ഗേളിനും ഉണ്ടാവാം ഇത്തരം എക്സ്പീരിയൻസ്. കാരണം ഓരോ ഗേളിൻ്റെയും ആഗ്രഹം പേൽ സ്കിന്ന്, കാരണം അവരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അതുപോലെ അവരാണ് വേൾഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നതും. വൈറ്റ് സ്കിന്നുള്ളൊരു അതാണ് ബ്യൂട്ടി എന്ന് ജനങ്ങൾ വിചാരിക്കുകയാണ്, വൈറ്റാണ് ബ്യൂട്ടി എന്ന് ജനങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ അവരെ മാത്രമേ വേൾഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഗേളുകളും അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതിൽ പറയുന്നുണ്ട്, as a child I used to desperately wish for pale skin കിട്ടാനും ലൈറ്റർ ഹെയർ അഥവാ ഗോൾഡൻ ബ്ലോണ്ട് ഹെയർ, റൗണ്ടർ ഐസ് കിട്ടാനൊക്കെ അവൾ ആഗ്രഹിക്കുകയാണ്. എല്ലാ ചൈൽഡുകളും അങ്ങനെയാണ്. ഐ വുഡ് ഹാവ് ഗ്ലാഡ്ലി അണ്ടർഗോൺ എനി കൈൻഡ് ഓഫ് റീ ഇൻവെൻഷൻ. അതായത് അവൾ എന്തും ചെയ്യും, അങ്ങനത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടി അവൾ എന്തും ചെയ്യും, റീ ഇൻവെൻഷൻ ചെയ്യാനും എന്തും ചെയ്യും. അവൈലബിൾ ടു ബി ഏബിൾ ടു പാസ് ഫോർ വൈറ്റ് അഥവാ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്റ്റോപ്പ് ഹിയറിങ് ദ എത്നിക് സ്ലാർസ് ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. അതായത് ജനങ്ങളിങ്ങനെ കളിയാക്കുമല്ലോ, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ നേരിട്ടിട്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ട്. അവളോട് ചോദിക്കും, നീ ഫിലിപ്പീനാണോ, പിന്നെ നീ എന്താ ഡാർക്ക് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ്സ് അതായിരുന്നല്ലോ. ഇപ്പോൾ മിററിൽ നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവണം അവൾ ഡാർക്കാണെന്ന്. അതുപോലത്തെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റീഇൻവെൻഷന് വേണ്ടിയിട്ട് അത് സീക്ക് ചെയ്യും. വൈറ്റ് ആവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പോൾ നമുക്ക് കാണാമല്ലോ, ഒരുപാട് കോസ്മെറ്റിക്സൊക്കെ വരുന്നുണ്ട് വൈറ്റ് സ്കിന്ന് കിട്ടാനെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളറിയാതെ അതിൽ അഡിക്റ്റ് ആവാൻ, ഇൻഫ്ലുവൻസ് ആവണം. കാരണം നമുക്ക് മനസ്സിലാവേണ്ടത് വൈറ്റിന് സ്ഥാനമുള്ളൂ, വൈറ്റാണ് ബ്യൂട്ടി എന്ന് നമ്മുടെ ലോകത്തുള്ളൊരു തെറ്റിദ്ധാരണ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുക. പിന്നെ അവളുടെ ആ എക്സ്പീരിയൻസ് ഒക്കെ എഴുതുക. പിന്നെ വി ഓൾസോ ഫൈൻഡ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. അവൾ ചോദിക്കുന്നുണ്ടല്ലോ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത്രയും പോരെ? ലാസ്റ്റ് അവൾ പറയുന്നുണ്ട്, ഹാവിൻറ്റ് ഐ ടോൾ യു ഇനഫ്, മതിയായ എത്രയും ഞാൻ പറഞ്ഞില്ലേ? ഇനി അവളൊന്നും വൈറ്റ് ആവാൻ ഇനിയൊന്നും ട്രൈ ചെയ്യുന്നില്ല. കാരണം അവൾക്ക് മനസ്സിലായി, അവൾക്ക് റിയലൈസ് ചെയ്ത് അതല്ല ബ്യൂട്ടി എന്ന് നമുക്ക് അവസാനം റിയലൈസ് ചെയ്യാണ്. പിന്നെ ഗ്രേറ്റ് ഇമേജറി ഉണ്ട്, റെപ്പറ്റീഷൻ ഉണ്ട് ലൈനിൽ. പിന്നെ വെൻ ഐ വാസ് ഗ്രോവിങ് അപ്പ് 11 times റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചെയ്താട്ടോ. ഓക്കെ, അതാണ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യന്, ഐഡൻറ്റിഫൈ ദി ഇമേജസ് ഓഫ് സെൽഫ് ലോത്തിങ് ഇൻ ദ പോയം. അതായത് സെൽഫ് ലോത്തിങ് എന്ന് പറഞ്ഞാൽ സ്വയം വെറുപ്പ്, നമുക്ക് നമ്മുടെ തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന ചിത്രങ്ങളുണ്ടല്ലോ ഈ പോയത്തിൽ. അതായത് നമ്മളെ പോയറ്റിന് അവളോട് തന്നെ വെറുപ്പ് തോന്നുന്നത്. അത് ഏതൊക്കെയാണെന്നാണ്. ബിക്കോസ് അവൾ ഹാപ്പി ഇല്ല, അവൾക്ക് യെല്ലോ സ്കിന്ന് കിട്ടിയിട്ട് അവൾ ഹാപ്പി ഇല്ലായിരുന്നു. പിന്നെ അവൾ വളർന്നു വന്നപ്പോൾ അവളോട് ചോദിക്കും, നീ ഫിലിപ്പീനാണോ, പൊളിനേഷ്യനാണോ, പോർച്ചുഗീസ് ആണോ എന്നൊക്കെ അവളോട് ചോദിക്കും. പിന്നെ അവരെല്ലാം പറഞ്ഞു വൈറ്റ് ചോദിക്കുക, അവളോടെല്ലാം ചോദിക്കുമായിരുന്നു. വൈറ്റ് അല്ല, ബാക്കിയൊക്കെ അവളോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് സോള് വൈറ്റാണ്, ഞാൻ വൈറ്റ് അല്ലെങ്കിൽ സോള് വൈറ്റ് ആയിരുന്നു എന്നൊക്കെ പറയും. പിന്നെ അവളോട് ചോദിക്കും, നീ എന്താ ഡാർക്ക്, കറുത്തിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ കണ്ണടി പോയി നോക്കും. അപ്പോൾ ഒക്കെ മനസ്സിലാവണം അവൾ കറുത്തിട്ടാണെന്ന് മനസ്സിലാവണം. പിന്നെ അവൾക്ക് ആ ഡേർട്ടിയുടെ കാര്യം ഉണ്ടല്ലോ, വൃത്തിയില്ല. വൈറ്റ് പീപ്പിളിന് ദൈവം വൃത്തിയോട് കൂടിയാണ് സൃഷ്ടിച്ചത്, അതൊക്കെ എഴുതാട്ടോ. പിന്നെ അവൾക്ക് ഇഷ്ടമല്ല യെല്ലോ മെന്നിൻ്റെ കാര്യങ്ങൾ, ചിലത് അവൾക്ക് ഇഷ്ടമല്ലല്ലോ. അഥവാ സ്പിറ്റ് ചെയ്യുന്ന കാര്യം, ഇൻജെക്റ്റ് ചെയ്യുന്ന കാര്യം, അതൊക്കെ എഴുതുക. പിന്നെ അവൾക്ക് ഒരു മൗണ്ടെയിൻക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ. പിന്നെ തേർഡ് ക്വസ്റ്റ്യന്, അനലൈസ് ദി ഇമേജ് ഓഫ് ദ ഡിസൈറബിൾ വുമൻ പോപ്പുലറൈസ്ഡ് ബൈ ദ ഡൊമിനൻറ്റ് വൈറ്റ് കൾച്ചർ. ഒരു എങ്ങനത്തെ വുമൺ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നാണ് ഇവിടെ മൊത്തം അങ്ങനത്തെ ഒരു ഇമേജാണ്. അതായത് വെള്ളക്കാരുടെ സംസ്കാരത്തിൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയുടെ ചിത്രം എങ്ങനെയാണെന്നാണ്. അതായത് വൈറ്റ് പീപ്പിൾ ഓൾറെഡി നമ്മുടെ വേൾഡിലുള്ളൊരു ഇത് അങ്ങനെയാണ്, ഒരു ഇമേജ് എങ്ങനെയാണ്, സ്ത്രീ എന്നത് വൈറ്റാണ് അവളുടെ ബ്യൂട്ടി എന്നാണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എഴുതുക ദ വൈറ്റ് കൾച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി. ഈ കോൺസെപ്റ്റ് അവരുടെ മാഗസിനിലും മൂവിയിലൊക്കെ നമുക്ക് കാണാം, ന്യൂസ് പേപ്പറിലൊക്കെ ഇത് കാണാൻ പറ്റും. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വൈറ്റ്നെസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, ബ്യൂട്ടിയിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വൈറ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ബ്ലാക്ക് പീപ്പിളും ബ്രൗൺ പീപ്പിളൊക്കെ യെല്ലോ പീപ്പിളൊക്കെ ബ്യൂട്ടിഫുൾ അല്ല, കാരണം ഒരു വൈറ്റ് അല്ല, അതുകൊണ്ട് തന്നെ. പിന്നെ വൈറ്റിൻ്റെ കൂടെ എന്തും കൂടി വന്നാലേ ബ്യൂട്ടി ആവുള്ളൂ. ബ്ലോണ്ട് ഹെയർ, ഓക്കെ, കേളി ബ്ലോണ്ട് ഹെയറും
പിന്നെ സെൻഷ്യസ് ലിപ്സും കൂടി വന്നാൽ ശരിക്കും ബ്യൂട്ടി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? വൈറ്റ് സ്കിന്നും, പിന്നെ ബ്ലോണ്ടായിട്ടുള്ള ഹെയറും, കേളി ഹെയറും, പിന്നെ സെൻഷ്യസ് ലിപ്സും കൂടി വന്നാലേ വൈറ്റ് ആവുള്ളൂ. പിന്നെ ലാംഗി ആയിട്ടുള്ള ബ്ലാക്ക് ഹെയർ ഒന്നും അവരുടെ ഐഡിയയിൽ ഒരു ബ്യൂട്ടി അല്ല. ഓക്കെ, പിന്നെ ലിപ്സ് എങ്ങനെയാവണം? സെൻഷ്യസ് ആവണം. അതൊക്കെ ഇത് കേട്ടോ. പെയിൽ, തിൻ ലിപ്സ്, ബ്ലാക്ക് ലിപ്സൊക്കെ എന്താണ്? ബ്യൂട്ടി അല്ല. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അവർ നല്ല ഇമ്പോർട്ടൻ്റ് ക്ലോത്തിങ് എലജൻ്റ് ആയിട്ട്, അഥവാ നല്ല രീതിയിൽ ക്ലോത്തിങ് ഒക്കെ ചെയ്യണം. അതായത് അമേരിക്കൻ വൈറ്റിനെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബ്യൂട്ടി എന്ന് വെച്ചാൽ ഇതാണെന്ന് പറഞ്ഞ് അങ്ങനെ വേൾഡിൽ കോൺസെപ്റ്റ് അങ്ങനെ ആക്കിയാണ് മാറ്റുന്നത്. ഓക്കെ, 4th ക്വസ്റ്റ്യന്, വാട്ട് ആർ ദി ഇമേജസ് ഓഫ് റേഷ്യൽ സ്റ്റീരിയോടൈപ്പ് ഇൻ ദ പോയം? അതായത് ഈ കവിതയിൽ വർണ്ണവിവേചനത്തിനെ പറ്റി എന്തൊക്കെ ചിത്രങ്ങളാണെന്നുള്ളതാണ്. ഒരുപാടുണ്ടല്ലേ ഇതിൽ. നമ്മൾ നേരേറ്റർ ഒരുപാട് തവണ അവളോട് ചോദിക്കും, പോളിനേഷ്യൻ ആണോ ഫിലിപ്പീനാണോ അത് ചോദിക്കുന്നുണ്ട്, അത് ഇതാ. പിന്നെ അവളോട് ചോദിക്കുന്നത് എന്താണ് ഡാർക്ക്, അപ്പോൾ അവൾ കണ്ണാടി പോയിക്കും, അത് ഇതാ. ഡേർട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് ഇതാ. യെല്ലോ പീപ്പിളിൻ്റെ ചില കാര്യങ്ങൾ സ്പിറ്റ് ചെയ്യുക, സ്ട്രീറ്റിൽ സ്പിറ്റ് ചെയ്യുന്നത്, പിന്നെ ഇൻജെക്റ്റ് ചെയ്യുന്നത്, പിന്നെ അവരുടെ വീക്ക് ബോഡി ഷോർട്ടാണ്, അതൊക്കെ ഇത് കേട്ടോ. പിന്നെ 5th ക്വസ്റ്റ്യന്, ഡിസ്കസ് ദി ഇവല്യൂഷൻ ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ദ പോയം. ഈ കവിതയിൽ ഇവല്യൂഷനെ തിരിച്ചറിവ് എങ്ങനെയാണ്? അതായത് അവസാന വാക്കിനെ മനസ്സിലാവാണ് ആ ഒരു തിരിച്ചറിവ് വരുന്നുണ്ടല്ലോ, ഇതല്ല ബ്യൂട്ടി, ഇന്നറാണ് ബ്യൂട്ടി എന്നൊക്കെ അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതേതാ. പിന്നെ ഓരോ സ്റ്റാൻസുകളില്ലേ അവരുടെ എക്സ്പീരിയൻസും അതൊക്കെ തന്നെ ഇതാ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് എസ്സേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.